എന്താ നിനക്ക് നിന്റെ ഷഹൻഷായുടെ ഉന്നത്തിൽ വിശ്വാസമില്ലേ? അല്ല പ്രഭു, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതെന്താണ്? ഇത് വിയർപ്പ്. ഇതെന്റെ ഉന്നത്തിലുള്ള വിശ്വാസക്കുറവാണ്. ഇനി അഥവാ ഷഹൻഷായുടെ ഉന്നം പിടിച്ച് ജീവൻ നഷ്ടപ്പെട്ടാലോ? അക്കാര്യത്തിലല്ലേ നിനക്ക് ഭയമുള്ളത്? ഒരിക്കലുമല്ല പ്രഭു. വിശ്വാസം എന്താണെന്ന് നിനക്കറിയാമോ? സഹീറിനെ വിളിപ്പിക്കൂ. അവന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടു. പക്ഷെ അവൻ ഇപ്പോഴും സ്വന്തം ഷഹൻഷായ പൂർണ്ണ വിശ്വാസമാണ്. വേഗം തന്നെ സഹീറിനെ വിളിപ്പിക്കൂ. എന്നോട് ക്ഷമിക്കണം ഷഹൻഷാ. കുറച്ചു സമയം മുമ്പ് സഹീറിന് തടവറയിൽ വെച്ച് മരണം സംഭവിച്ചു. സഹീറിനെ തടവറയിൽ ഇടാനുള്ള ഉത്തരവ് ആരാണ് നൽകിയത്? ബൈറാം ഖാൻ. അഥവാ അവിടത്തേക്ക് ഇക്കാര്യം അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നമ്മോട് പറഞ്ഞില്ല? ആ സമയം അങ്ങ് ബീഗത്തോടൊപ്പം കിടപ്പറയിലായിരുന്നു. ബീഗം റുഖിയ അപ്പോൾ എന്നെ അങ്ങയെ കാണാൻ അനുവദിച്ചില്ല. ഇല്ല, ഒരിക്കലുമില്ല. അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഇതാണ് ആ പാതുകങ്ങൾ ഇന്നലെ രാത്രി എന്റെ മേൽ വന്ന് പതിച്ചത്. എനിക്ക് ഈ കാര്യത്തിൽ വിഷമമില്ല. എങ്കിൽ സഹീറിന്റെ മരണത്തിൽ ഉറപ്പായുമുണ്ട്. എത്രയും വേഗം ബീഗം റുഖിയയോട് ചോദ്യം ചെയ്യലിനായി ഇവിടെ വരാൻ പറയൂ. അതിനായി അങ്ങ് അവിടേക്ക് പോകേണ്ടി വരും. ബീഗം റുഖിയയാണ് അവൾ. അവൾ ഇവിടേക്ക് വരുമെന്ന് ഒരിക്കലും കരുതരുത്. പറയൂ അവളോട്, അവൾ ഈ നിമിഷം ഇവിടെ എത്തണമെന്ന് നാം ഉത്തരവ് നൽകിയെന്ന്. എന്താ നീ വല്യുമ്മയെ നമ്മുടെ കിടപ്പറയിൽ വന്ന് നമ്മെ കാണുന്നതിൽ നിന്നും തടഞ്ഞിരുന്നോ? എനിക്കറിയില്ല. തടഞ്ഞോ ഇല്ലയോ? തടഞ്ഞു. നിന്റെ ആ പ്രവൃത്തി മൂലം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അഥവാ സമയത്ത് നാം അത് അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അയാളെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. പോകൂ ഇവിടെ നിന്ന്. നാം പറഞ്ഞത് കേട്ടില്ല. പോകൂ ഇവിടെ നിന്നും. ഇവിടെ നിന്നും പോകാൻ. ഖാൻ ബാബയോട് വരാൻ പറയൂ.
അങ്ങ് എന്തിനാണ് സഹീറിനെ തടവിലാക്കണമെന്ന തീരുമാനമെടുത്തത്? അങ്ങേക്ക് 14 വയസ്സുള്ളത് മുതൽ ഈ തീരുമാനം ഞാൻ തന്നെയാണ് എപ്പോഴും എടുക്കാറുള്ളത്. ആ സമയം മുതൽ തന്നെ അങ്ങയുടെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെയായിരുന്നു. നമ്മുടെ സ്വന്തമായി കണ്ടാണ് അങ്ങയെ നാം സംരക്ഷിച്ചിട്ടുള്ളത്. അങ്ങയ്ക്ക് ദോഷകരമായ ഒരു തീരുമാനവും ഞാൻ ഒരിക്കലും എടുക്കില്ല. അപ്പോൾ അങ്ങേക്ക് തോന്നിയതേയില്ലേ സഹീറിനെ തടവറയിലാക്കാനുള്ള അങ്ങയുടെ ഈ തീരുമാനം തെറ്റായിരുന്നുവെന്ന്? ഒരിക്കലുമില്ല. അയാൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയായിരുന്നു. ഉത്തരവ് അത് നടപ്പാക്കാനുള്ള അധികാരം ബൈറാം ഖാന് തന്നെയാണ്. പിന്നെ ഷെഹൻഷാ, അങ്ങയുടെ ജീവൻ നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ അങ്ങ് തന്നെ പറയൂ, നമ്മുടെ തീരുമാനം തെറ്റായിരുന്നുവോ? അതുകൂടാതെ സഹീറിന്റെ ആത്മഹത്യയുടെ കാര്യം അത് മറ്റൊരാളുടെ തീരുമാനമായിരുന്നു. അങ്ങയുടെയും നമ്മുടെയും ഇടയിൽ സംശയത്തിന്റെ വിഷം കലർത്തുക എന്നത്. അയാളത് സാധിച്ചെടുക്കുകയും ചെയ്തു. നാം എന്താണോ ചെയ്തത് അത് നമ്മുടെ കടമ മാത്രമാണ്. ലജ്ജ തോന്നുന്നു എനിക്ക്. ഇങ്ങനെ ഞാൻ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല. ഷെഹൻഷാ ഉത്തരവ് നൽകാതെ അയാൾ പോയിരിക്കുന്നു. പോകാൻ നേരം സലാം പറയാനുള്ള മാന്യത പോലും കാണിച്ചില്ല. അഥവാ അയാൾ അങ്ങയെ മനസ്സുകൊണ്ട് ഷെഹൻഷായായി കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ 3 പേർക്ക് മാത്രമാണ് സ്വാധീനമുള്ളത്. ഖാൻ ബാബയ്ക്ക്, റുക്കിയ ബീഗത്തിന്, പിന്നെ അവിടത്തേക്ക്. നാം റുക്കയോടും ഖാൻ ബാബയോടും ഇത്തരത്തിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിന് കാരണം അവിടുന്ന് മാത്രമാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഷെഹൻഷാ. ഞാനും ഭൈറാഖാനും ഇന്നുവരെ ചെയ്തതെല്ലാം തന്നെ ഞങ്ങളുടെ കടമയായിരുന്നു, അല്ലാതെ ഔദാര്യമല്ല. ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അങ്ങയുടെ ശക്തിയായി മാറണം, ദൗർബല്യമല്ല. ഷെഹൻഷാ, ഈ സിംഹാസനം വളരെ ഉറച്ചതാണ്. അതിലിരിക്കുന്നയാളും കൂടുതൽ ശക്തനായിരിക്കണം. മാഷാ അല്ലാ, അങ്ങയുടെ പാതുകങ്ങളുടെ വലിപ്പം ഇപ്പോൾ വലുതായിരിക്കുന്നു ഷെഹൻഷാ. അങ്ങ് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയം വന്നിരിക്കുന്നു. മറ്റുള്ളവരെ അതിന് അനുവദിക്കാതിരിക്കുക. പിന്നെ എല്ലാവരെയും അറിയിക്കണം, ഷെഹൻഷായുടെ തീരുമാനം ഏതെങ്കിലും ഭൈറാം ഖാന്റെ ചിന്തയിൽ നിന്നും പുറത്തു വരുന്നതല്ലെന്ന്. വളരെ കൃത്യമായി തന്നെ നീ നിന്റെ ജോലിയെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു രേഷം. ഞാൻ സന്തോഷവതിയാണ്. ഇതാ, സഹീർ മരണപ്പെട്ടു. അവന്റെ മരണത്തിന്റെ കാരണം അവന് പോലും അറിയാൻ സാധിച്ചില്ല. നന്ദിയുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടത് അവിടുത്തെ തന്നെയാണ്. ഒരൊറ്റ ഉന്നം കൊണ്ട് എത്ര വേട്ടയാണ് അവിടുത്തെ നടത്തിയിരിക്കുന്നത്. റുക്കിയ ബീഗം, അപ്പോ ചതുരംഗം കളിക്കാനുള്ള ആഗ്രഹം അവിടത്തേക്കുമുണ്ട്. ഞാൻ അക്കാര്യം ഇന്നാണ് അറിഞ്ഞത്. ഉപായം നന്നായിരുന്നു. പക്ഷെ ഓർക്കുക, ഇനി അവസരം എന്റേതാണ്.
നീ അറിയുന്നില്ല, നീ ഈ ചതുരംഗക്കളിയിൽ ഇപ്പോഴും ഒരു കുട്ടിയാണെന്ന്. റുഖിയ ബീഗം, നിനക്ക് നല്ലത് ഇതായിരിക്കും. അതായത് നീ ജലാലിനെ വശത്താക്കാനുള്ള എല്ലാ ഉപായങ്ങളിൽ നിന്നും പിന്മാറുന്നത്. സന്തോഷമായിരിക്കൂ. പനിനീർപ്പൂ ഇതളുകൾ ഇത്രയും കുറവായത് എന്താണ്? പിന്നെ ചന്ദനവും കാറ്റിന് ഷെഹൻഷായ്ക്ക് ഇഷ്ടപ്പെട്ട സുഗന്ധവും ഇല്ലാത്തത് എന്താണ്? വേഗം പോയി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. നാം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനും ശ്രദ്ധിക്കാനും മറന്നുപോയി. അതിനാണല്ലോ ബീഗമായ ഞാനുള്ളത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ. പിന്നെ നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ്? പോകൂ, പോയി ഷെഹൻഷായ്ക്ക് അണിയാനുള്ള വസ്ത്രങ്ങളുടെ ഏർപ്പാടുകൾ ചെയ്യൂ. വേഗം പോകൂ. പിന്നൊരു കാര്യം, അദ്ദേഹത്തിന് ഭോജനത്തിനായി മുന്തിയ ഇനം ഫലവർഗ്ഗങ്ങളും പഴച്ചാറുകളും ഏർപ്പാടാക്കിക്കോളൂ. പിന്നെ ഷെഹൻഷായുടെ ശരീരത്തിൽ പുരട്ടാൻ കുങ്കുമവും മഞ്ഞളും ചേർത്ത ലേപനം കൊണ്ടുവരൂ. റുഖയ്യ, നിൽക്കൂ റുഖയ്യ ബീഗം. നീ ഇങ്ങനെ പോയാൽ നമുക്കത് സഹിക്കാൻ കഴിയില്ലല്ലോ. നിനക്ക് നമ്മുടെ അത്ര ദേഷ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് വേണ്ടി ഈ ഏർപ്പാടുകളൊക്കെ ചെയ്യാനായി ഒരുങ്ങിയത്? അങ്ങേക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അങ്ങയുടെ ബീഗമാണെന്ന് മറക്കാം, എന്നാൽ എനിക്ക് അങ്ങയോടുള്ള കടമ മറക്കാൻ സാധിക്കില്ല. അതിനാൽ ഇപ്പോൾ ഈ ബീഗത്തോട് ഈ ഷഹൻഷാ സ്വന്തം തെറ്റിന് മാപ്പ് ചോദിക്കുന്നു. അല്ല, അങ്ങ് എന്താണ് ഈ പറയുന്നത്? മാപ്പ് ചോദിക്കേണ്ടത് ഞാനാണ്. ശരിക്കും കാര്യത്തിന്റെ ഗൗരവം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ മഹാമംഗയുടെ ഭാവത്തിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ആരുടെയെങ്കിലും ജീവൻ ആപത്താണെന്ന്. ഇക്കാര്യത്തിന് മാപ്പ് ചോദിക്കുന്നതോടൊപ്പം ഞാൻ അങ്ങയോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പറയുന്ന ഈ കാര്യം അങ്ങ് മുഖവരയ്ക്ക് എടുക്കുമെന്ന്. പറഞ്ഞാലും ഇന്നു മുതൽ അങ്ങ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരിക്കലും എന്നെ ശകാരിക്കരുത്. അങ്ങും ഞാനും തമ്മിലുള്ള ബന്ധം അത്ര ദുർബലമല്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശകാരിക്കാൻ. അങ്ങ് മനസ്സിലാക്കണം, അങ്ങനെ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് എന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ആർക്കാണ് അത്രയും ധൈര്യമുള്ളത് നമ്മുടെ ബീഗത്തിന് നേരെ തല ഉയർത്തി നിൽക്കാൻ? എനിക്കറിയാം ഞാൻ അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബീഗമാണെന്ന്. അതെല്ലാവരെയും മനസ്സിലാക്കിക്കാനാ ഞാനിവിടെ എത്തിയത്. നാം വിചാരിച്ചു നീ നമുക്ക് വേണ്ടിയാണ് വന്നതെന്ന്. ഞാൻ അങ്ങേക്കായി വരാതിരിക്കുന്നത് എങ്ങനെയാ? നിന്റെ ഈ സംസാരമാണ് നിന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബീഗമായി മാറ്റിയിരിക്കുന്നത്. പിന്നെ നമുക്ക് നിന്നോട് ഇത്രയേ പറയാനുള്ളൂ. സഹീറിന് സംഭവിച്ച ദുരന്തം നമ്മെ അസ്വസ്ഥനാക്കിയിരുന്നു. എനിക്കത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എന്റെ ആ തെറ്റിനെ അങ്ങ് അത്ര വലിയ അപരാധമാക്കി മാറ്റിയോ? അതുപോലെ ഇതിനെല്ലാം കാരണം മഹാമംഗയാ. അവർ കാരണമാണ് ഇതെല്ലാം. നോക്കൂ, നാം വല്യുമ്മയ്ക്കെതിരെ ഒന്നും തന്നെ കേൾക്കില്ല. എന്തുകൊണ്ട് കേൾക്കില്ല? അങ്ങ് ആർക്കും തന്നെ അങ്ങയുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്താൻ അനുവാദം നൽകിയിട്ടില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് മാത്രമേ ആധിപത്യം പുലർത്താൻ സാധിക്കുകയുള്ളൂ. ആർക്കാണ്? അവിടത്തേക്ക്. നാം നമ്മുടെ ബാല്യകാല സുഹൃത്തിന് വാക്ക് നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനി എത്ര ബീഗം വന്നാലും നമ്മുടെ റുഖയ ബീഗത്തിന്റെ വില അതിലും 10 മടങ്ങ് വലുതായിരിക്കും. അവിടത്തേക്ക് അറിയാം നമ്മുടെ ഹൃദയം നമ്മുടെ കയ്യിലല്ലെന്ന്. നമ്മുടെ തലച്ചോറിൽ എപ്പോഴും എപ്പോഴും നമ്മുടെ റുഖയ ബീഗത്തിന് മാത്രമേ വിരാജിക്കാൻ സാധിക്കൂ. കാരണം ഒരിക്കലും ആർക്കും തന്നെ നമ്മുടെ റുഖയ ബീഗത്തിന്റെ സ്ഥാനത്തെത്താൻ സാധിക്കില്ല.
ആഹാ, വളരെ സുന്ദരിയായിട്ടുണ്ട്. ആരുടെയും കണ്ണുപെടാതിരിക്കട്ടെ. ഈ ആഭരണങ്ങൾ നിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു ജ്യോത. അതോ ഈ വസ്ത്രങ്ങളാണോ? ഈ ആഭരണങ്ങൾ എനിക്ക് സുജാമൻ ജ്യേഷ്ഠൻ സമ്മാനിച്ചതാണ്. പിന്നെ ഞാൻ എപ്പോൾ ഇതെല്ലാം അണിഞ്ഞാലും എല്ലാവരും നമ്മെ പ്രശംസിക്കാറുണ്ട്. കാരണം ഈ ആഭരണങ്ങളിൽ സുജാമൻ ജ്യേഷ്ഠന്റെ സ്നേഹം കൂടിയുണ്ട്. അതേക്കുറിച്ച് ഓർക്കുമ്പോ നമ്മുടെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നു. എന്റെ ദൈവമേ, എന്തു പറ്റി? നമ്മുടെ കമ്മല് കാണുന്നില്ല. അറിയില്ല എവിടെയാ പോയതെന്ന്. അതെ, ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാ? ചെവിയിലെ കമ്മലാണ്. പറക്കുന്ന പക്ഷിയൊന്നും അല്ല, ചിറക് വിരിച്ച് പറന്നു പോകാൻ. അത് കിട്ടുമെന്നേ. മാതാശ്രീയുടെ കിടപ്പറ. നമ്മുടെ ഒരുക്കങ്ങൾ കാണിക്കാൻ മാതാശ്രീയുടെ കിടപ്പറയിലേക്ക് പോയിരുന്നു. പക്ഷെ മാതാശ്രീ അവിടെ ഇല്ലായിരുന്നു. എന്നാൽ നമ്മുടെ കമ്മൽ ഉറപ്പായും അവിടെ ഉണ്ടാവും. നാം ഇപ്പോൾ എടുത്തിട്ട് വരാം. വേണ്ട, അവിടുന്ന് ഇവിടെ നിൽക്കൂ, ഞാൻ കൊണ്ടുവരാം. വേണ്ട മോത്തിബൈ, നീ അങ്ങനെ മാതാശ്രീയുടെ കിടപ്പറയിൽ എന്തെങ്കിലും തിരയുന്നത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ തന്നെ പോയേ തീരൂ. ഇത് നിനക്കുള്ളതാണ്. ഇതാ ഈ മുത്തുമാലകളും കൂടി. നന്ദിയുണ്ട് മഹാറാണി. പക്ഷെ ഇത്രയും അമൂല്യമായ മാലയും ഗാഗ്രാച്ചോളിയും എനിക്കോ? അത് പിന്നെ നീ വളരെ നല്ല കാര്യമല്ലേ ചെയ്തത്. ജ്യോതിക്ക് സൂര്യഭാനു സന്ദേശങ്ങൾ എത്തിച്ചില്ലേ? പക്ഷെ ഞാൻ അവിടുത്തെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തത് മഹാറാണി. ഇപ്പൊ നീ പോകൂ, വിവാഹത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കോളൂ. പെട്ടെന്ന് ഈ രാത്രിയിൽ അവിടെ നിന്ന് നമ്മെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണ് രാജകുമാരി? നമുക്ക് സന്ദേശം ലഭിച്ചു. മാതാശ്രീ, അങ്ങനെ എന്ത് നിസ്സഹായതയാണ് അമ്മയ്ക്കുണ്ടായത്? ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മാത്രം. നാം ഇതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്ത ജ്യോത. നിന്നെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായി. അങ്ങനെ എന്ത് അപകടമാണ് ഉണ്ടായത് മാതാശ്രീ? എന്നെ രക്ഷിക്കാൻ വേണ്ടി? എനിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ മാത്രം? എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആദ്യമായി നമ്മുടെ തല നമുക്ക് കുനിക്കേണ്ടി വന്നു. നമുക്ക് അഭിമാനക്ഷതം സംഭവിച്ചു. അറിയില്ല, പിതാശ്രീയും ജ്യേഷ്ഠനും നമ്മെ പറ്റി എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന്. പിന്നെ അമ്മയും എന്നെ പറയൂ മാതാശ്രീ. നിന്റെ 17ാമത്തെ ജന്മദിനത്തിൽ ശകുനിബായി നിന്റെ ജോധ മുഗളന്മാരുടെ ഗൃഹത്തിലേക്ക് പോകും. ശകുനിബായി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അമ്മ അത് വിശ്വസിക്കുന്നുണ്ടോ? ശകുനിബായി അതിന് വിധാതാവൊന്നുമല്ല ഇങ്ങനെ വിധിയെക്കുറിച്ച് പറയാൻ. ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ നാം ജീവനോടെ ആകില്ല, മരിച്ചിട്ടാകും പോവുക.